ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എന്താണ് വിശേഷങ്ങൾ? എല്ലാവരുടെയും സുഖമല്ലേ? കുറച്ചായിട്ടാണ് ഞാൻ വോയിസ് ഓവറൊക്കെ ആയിട്ട് വന്നിട്ട്. അപ്പോൾ നമുക്ക് ഇന്നൊരു ബ്രെഡ് പോക്കറ്റിൻ്റെ വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ? ആദ്യമായി ഞാനൊരു പാക്കറ്റ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. ആ ബ്രെഡ് 3 കോഴിമുട്ട, പിന്നെ കുറച്ച് ബ്രെഡ് ക്രംസ് എല്ലാം പൊടിച്ച് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതെല്ലാം എടുത്ത് ഈ 2 ബ്രെഡായിട്ട് ഞാൻ കട്ട് ചെയ്യുകയൊന്നും ചെയ്തില്ല കേട്ടോ. ബ്രെഡ് ഇങ്ങനെ ഷേപ്പ് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ടൊക്കെ നമ്മൾ ചെയ്യലോ. ഇത് ചെറിയ ബ്രെഡായിരുന്നു. അപ്പോൾ ഞാൻ 2 ബ്രെഡ് വെച്ച് കോഴിമുട്ടയിൽ ആദ്യം മുക്കി, എന്നിട്ട് അതിൻ്റെ മേലെ ബ്രെഡ് ക്രംസ് വെച്ചിട്ട് ഞാനത് സെറ്റാക്കിയിട്ടെടുത്തു കേട്ടോ. കണ്ടില്ലേ, ബ്രെഡ് ഒരു 10 ബ്രെഡ് കിട്ടിയിട്ടാ അങ്ങനെ. അപ്പോഴത്തേനും ഞാൻ ബ്രെഡ് പോക്കറ്റിലേക്കുള്ള ഫില്ലിങ് തയ്യാറാക്കാൻ വേണ്ടി അതിലേക്കൊരു മയോനൈസ് ഉണ്ടാക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടി ഒരു 2 കോഴിമുട്ടയും പിന്നെ വറ്റൽമുളക് 4 ചുള വെളുത്തുള്ളി എല്ലാം കൂടിയിട്ട് ഒന്ന് വേവിച്ചെടുക്കുകയാണ് കേട്ടോ. ആവിയിലെടുക്കുക. ഞാൻ വെള്ളത്തിലിട്ടിട്ട് വേവിച്ചെടുത്തതാണ്. പച്ചയിലാകുമ്പോൾ പിന്നെ ഇനി മക്കൾക്കൊക്കെ ഇപ്പോൾ നോമ്പറന്ന് വിടുമ്പോൾ ഇനി കേട് വരണ്ട വെച്ചിട്ട് ഞാൻ ഇങ്ങനെ ചെയ്തെടുത്തതാണ് കേട്ടോ. അപ്പോൾ തന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് ബ്രെഡുകളെല്ലാം ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ. വേഗം ഫ്രൈ ആവട്ടെ, കാരണം കോഴിമുട്ടയും ബ്രെഡ് ക്രംസും ഒക്കെ നല്ല മുക്കി പൊരിച്ചിട്ട് എടുക്കുന്നതല്ലേ. അത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് അപ്പോൾ വേഗം ആവുന്നുണ്ട് കേട്ടോ. ആ പണി വേഗം കഴിഞ്ഞു. അപ്പോഴത്തേനും അതിലേക്ക് നമുക്ക് ഫില്ലിങ് തയ്യാറാക്കണ്ടേ. അപ്പോൾ ആ ഫില്ലിങ്ങിന് വേണ്ടി ഞാൻ ചിക്കൻ വേവിച്ചിട്ടുണ്ടായിരുന്നു. ചിക്കൻ വേവിച്ചിട്ട് അതൊന്ന് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതൊന്ന് ഫ്രൈ ചെയ്ത് അതിലേക്ക് വെജിറ്റബിൾസ്, ക്യാബേജ്, ക്യാരറ്റ്, ക്യാപ്സിക്കം, ഒരു നുള്ളു ഉപ്പ് എല്ലാം കൂടി ഒന്ന് വഴറ്റിയതിന് ശേഷം അത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി. ചിലർ പച്ചയിൽ തന്നെ ഇട്ട് അതിലേക്ക് മയോനൈസ് എല്ലാം കൂടി മിക്സ് ചെയ്യും. ആ മയോനൈസിൻ്റെ മിക്സ് ഞാൻ ഉണ്ടാക്കിയിട്ട് അത് മിക്സ് ചെയ്ത് ഞാൻ അതിലേക്ക് ബ്രെഡ് ഓരോന്നായിട്ട് നല്ല കോൺ ഷേപ്പിൽ കട്ട് ചെയ്ത് അതിലേക്ക് ഫില്ലിങ് ആക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു നമുക്കൊരു സാൻഡ്വിച്ചിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റാണ് കേട്ടോ വരുന്നത്. ഇങ്ങനെ ആകുമ്പോൾ മക്കളൊക്കെ കഴിക്കും, എല്ലാവർക്കും ഇഷ്ടമാവും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഫില്ലിങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷം ബാക്കി ഒരു 4 ബ്രെഡ് പോക്കറ്റും കൂടി ബാക്കി വന്നു കേട്ടോ. അപ്പോൾ മോളതിലേക്ക് ന്യൂട്ടെല്ല ഉണ്ടായിരുന്നു, അതും കൂടി ഫില്ല് ചെയ്തു കേട്ടോ. അതും കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ട്. അത് അവർക്കിപ്പോൾ ന്യൂട്ടെല്ലല്ലേ, അപ്പോൾ പിന്നെ അതൊരു ടേസ്റ്റ് കണ്ടപ്പോൾ അവരതും ചെയ്തു. സംഭവം അടിപൊളിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബായ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും റമദാൻ കരീം. അടുത്ത വീഡിയോയുമായിട്ട് വരാം. അതുവരേക്കും ബായ്.